തിരുവനന്തപുരം പോലെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലും മാലിന്യ കൂമ്പാരം. പാലക്കാട് സ്റ്റേഷനിലെ വിവിധ ഭാഗങ്ങളിലാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യം നീക്കുന്നില്ലെന്ന് പറഞ്ഞ് റെയിൽവേ കുറ്റപ്പെടുത്തുമ്പോഴാണ് സ്റ്റേഷനുകളിൽ മാലിന്യ സംസ്കരണം നടത്താതെ റെയിൽവേ അലംഭാവം കാണിക്കുന്നത്. ഭീതിജനകമാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാഴ്ചകൾ. സ്റ്റേഷന്റെ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ റെയിൽവേ തള്ളിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മാലിന്യങ്ങൾ സംസ്കരിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ റെയിൽവേയുടെ അനാസ്ഥയാണ് പാലക്കാടും കാണാൻ സാധിക്കുന്നത്. ഭൂരിഭാഗം റെയിൽവേ സ്റ്റേഷനുകളിലും മാലിന്യം നീക്കം ചെയ്യാൻ ആവശ്യത്തിന് തൊഴിലാളികളില്ല. 70-ലധികം തൊഴിലാളികളുള്ള പാലക്കാട് സ്റ്റേഷനിൽ ഇപ്പോഴുള്ളത് 30 പേർ. കോവിഡ് സമയത്താണ് തൊഴിലാളികളെ റെയിൽവേ വെട്ടിക്കുറച്ചതെന്ന് റെയിൽവേ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അച്യുതൻ പറഞ്ഞു. ഈ റെയിൽവേ മാലിന്യങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണ് പാലക്കാടും ഷൊർണൂരും കോഴിക്കോടും തൃശ്ശൂരും അതുപോലെ തിരുവനന്തപുരത്തും കണ്ണൂരുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ആണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടികളൊന്നും ഓടുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് ഇത്രയധികം ക്ലീനിങ് തൊഴിലാളികൾ? റെയിൽവേയുടെ പൈസ അനാവശ്യമായി ഡെഡ് മണിയായി പോവുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീനിങ് കോൺട്രാക്റ്റിലെ സ്റ്റാഫിൻ്റെ എണ്ണം വെട്ടിക്കുറച്ചു. ഇപ്പോൾ പാലക്കാട് സപ്പോസ് 70 തൊഴിലാളികൾ പണിയെടുത്തിരുന്നതാണ്. അറ്റ് എ ടൈമിൽ 70 തൊഴിലാളികൾ. ഷൊർണൂർ 80 തൊഴിലാളികൾ പണിയെടുത്തിരുന്നതാണ്. ഇപ്പോൾ അതിന് പകരം ഷൊർണൂർ 30 തൊഴിലാളികളായി, പാലക്കാട് 25 തൊഴിലാളികളായി വെട്ടിക്കുറച്ചു. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാം തോടിൽ മാലിന്യം അടിഞ്ഞുകൂടിയതിന് സമാനമാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തോടുകളിലും. തിരുവനന്തപുരം ആമയിഴഞ്ചാം തോടിൽ ജോയി എന്ന യുവാവിൻ്റെ ജീവൻ പൊലിഞ്ഞിട്ടും റെയിൽവേയുടെ കണ്ണ് തുറന്നില്ല എന്ന നേർസാക്ഷ്യമാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും കാണാൻ സാധിച്ചത്. പാലക്കാട് റെയിൽവേ ജംഗ്ഷനിൽ നിരവധി ഏരിയകളിലാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.